പവിത്ര സീരിയലിന്റെ 12ാമത്തെ എപ്പിസോഡാണ്. തരുൺ കുഞ്ഞിനോട് പറയും, മോള് വലുതാവുമ്പോഴും മോളുടെ ഈ കുഞ്ഞിക്കാലേ അച്ഛൻ്റെ നെഞ്ചത്ത് പച്ച അടിച്ചിട്ടുണ്ടാവും, ദാ ഇതുപോലെ എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കണേ. ഇത് കാണുന്ന വേദ ഞെട്ടിപ്പോകും. അങ്ങനെ തരുൺ പറയണേ, രാധിക ഇല്ലാത്ത ഈ ജീവിതത്തില് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ബലം ഉണ്ടായത് നിന്റെ ഈ കുഞ്ഞിക്കാലടികൾ കണ്ടതോടെയാ. എന്റെ മോള് ഉറങ്ങിക്കോട്ടോ, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ വേദ ആ ഞെട്ടല് ഡോറങ്ങ് അമർത്തുക. ഡോറ് തുറന്നു പോകൂട്ടോ. എന്താ? അപ്പോഴാണ് വേദ ആ നെഞ്ചിനകത്ത് കുത്തി വെച്ചിരിക്കുന്ന ആ കാൽപ്പാട് കാണുന്നത്. ഷോക്കായി നിൽക്കുക. എന്താ ഇവിടെ? വേദ പറയും, കുഞ്ഞിനെ ഉറക്കാൻ. കുഞ്ഞുറങ്ങി. കഥ കേട്ട് കേട്ട് അവൾ ഉറങ്ങിപ്പോയി. ഇനി അവൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിലെ ഈ പറഞ്ഞ കേട്ട കഥയിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും ആയിരിക്കും. കഥ കേട്ട് വളരുന്ന കുട്ടികൾ ഒരിക്കലും തെറ്റുകാരായി വളരില്ല, ശരിയല്ലേ? വേദമൊന്നും പറയുന്നില്ല കേട്ടോ. തരുൺ പറയും, 10ാം ക്ലാസ് വരെ നാട്ടിലാണ് ഞാൻ പഠിച്ചത്. 7ൽ പഠിക്കുമ്പോൾ കണക്ക് പഠിപ്പിക്കുന്നൊരു മാഷ് വന്നു. കഥകളിലൂടെ കണക്ക് പഠിപ്പിച്ച മാഷെ. കണക്കിനോടൊപ്പം കഥകളും കവിതകളുമായിരുന്നു ക്ലാസ് മൊത്തം. ഒരു വർഷമേ ഞാൻ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുള്ളൂ. അതിനുശേഷം ഞാൻ CBSE മാറി. പക്ഷേ മാഷിന്റെ കവിതകളും എന്റെ ജീവിതത്തിൽ മുഴുവൻ മറക്കാതെ ഞാൻ കൊണ്ടുവന്നു. ഒരു സുധാകരൻ മാഷെ. ഇത് കേൾക്കുന്ന വേദ ഞെട്ടിപ്പോവും. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ആവോ? ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ ഞാൻ മാഷെ കണ്ടിട്ടേ ഇല്ല. അഡോൾസൻസ് ആണ് ഒരു കുട്ടിയുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. അക്കാലത്തെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പോറലുകളാണ് കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കുന്നത്. എന്റെ കുഞ്ഞിനെ അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കുട്ടിക്കാലം കൊടുക്കണം എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഒരു കുഞ്ഞു പോറല് പോലും അവളുടെ മനസ്സിൽ വീഴാൻ പാടില്ല. തെറ്റായ എല്ലാ കാഴ്ചകളിൽ നിന്നും എനിക്ക് അവളെ മറച്ചു പിടിക്കണം. പണ്ട് സ്കൂൾ അസംബ്ലിയിലെ ഒരു പ്രാർത്ഥന ചൊല്ലി, ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം. ഓർമ്മയുണ്ടോ വേദയ്ക്ക്? വേദ പറയും, അതിൽ ചില വരികളുണ്ട്. നല്ല കാര്യങ്ങളിൽ പ്രേമം ഉണ്ടാകണം, നല്ല വാക്കോതാൻ ത്രാണി ഉണ്ടാവണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടുവാൻ ശക്തി ഉണ്ടാവണം. എന്റെ മോള് അങ്ങനെ വളരണം. എന്റെ ഇനിയുള്ള എന്റെ ജീവിതം അവളെ അങ്ങനെ വളർത്താനുള്ള തപസ്സാണ് എനിക്ക്. വേദ എന്റെ മോൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എങ്കിലും അത് മനസ്സിലുണ്ടാകും, മറക്കില്ല. ഇനിയിപ്പോ എന്തായാലും മുറിയിലേക്ക് ചെല്ലണ്ട. അവൾ നല്ല ഉറക്കാ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീക്കൂ. അപ്പൊ ആദ്യം എന്നെ കണ്ടാ മതി. ശരിയെന്നാ. അത് പറഞ്ഞ് തരുണത്തേക്ക് കയറി പോവാ. വേദയ്ക്ക് സത്യം പറയാനായിട്ടില്ല. വേദ അവിടെ നിന്ന് സങ്കടത്തോടെ കരയാ. പിന്നീടും റൂമിൽ ചെന്നിട്ടും മരവിച്ച അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സേതുലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നിട്ട് വയ്ക്കും, മോൾ അവനോട് പറഞ്ഞോ? വേദ ഇല്ലെന്ന് തലയാട്ടും. സേതുമ്മ പറയും, അവൻ എങ്ങനെ പ്രതികരിക്കുക എന്നുള്ള പേടിയിലിരിക്കായിരുന്നു ഞാൻ. രണ്ടറ്റത്ത് അവന്റെ സ്വഭാവം. ഒന്നെങ്കിൽ ഈ വീട് പൊട്ടിത്തെറിക്കും പോലെ ബഹളം വെക്കും, ഇല്ലെങ്കിൽ അങ്ങേയറ്റം തകർന്ന് ആരോടും മിണ്ടാതെ ദിവസങ്ങളോളം ഒറ്റയ്ക്കിരിക്കും. രാധിക വരുന്നതിന് മുമ്പേ അവന്റെ ഈ രണ്ടവസ്ഥകളും അമ്മ കണ്ടിട്ടുണ്ട്. കുഞ്ഞുമോളുടെ കാര്യം അവൻ അറിയുമ്പോ എന്ത് സംഭവിക്കുന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഭയന്ന് വിറച്ചാ ഞാൻ അവന്റെ മുറിയിലേക്ക് പോയത്. പക്ഷെ അവനൊന്നും സംഭവിക്കാത്ത പോലെ കുഞ്ഞിനെ നോക്കിയിരിക്കുന്നു. മോൾ എന്താ അവനോട് പറഞ്ഞത്? വേദ അങ്ങനെ കരച്ചിൽ അമർത്തി പിടിച്ചിട്ട് പറയും, പറഞ്ഞില്ലമ്മേ, എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് നെഞ്ചിലാ പച്ചകുത്തി വെച്ചിരിക്കുന്നത്. കൂട്ടത്തില് അവൾ എങ്ങനെ വളരണം, എങ്ങനെ ജീവിക്കണം എന്ന സ്വപ്നങ്ങളും ഒന്നും പറയാനായില്ല എനിക്ക്. നമുക്ക് പറയാം മോളെ, ഒന്നൂടെ അല്പം കാത്തിരിക്കേ, എന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് വേദയെ ചേർത്ത് പിടിക്കുക. ശേഷം പിന്നീട് വേദനയെ തെരഞ്ഞിട്ട് ആ ഗുണ്ടകൾ വീണ്ടും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും വേദയും അമ്മയും കൂടെ കുഞ്ഞിന് കുത്തിവെപ്പിനായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഡോക്ടർ എല്ലാം കഴിഞ്ഞിട്ട് വയ്ക്കും, അപ്പൊ ഇത്ര ദിവസമായിട്ടും സത്യം തരുൺ അറിഞ്ഞിട്ടില്ല അല്ലേ? കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ വേദ പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, നെഞ്ചില് കുഞ്ഞിന്റെ കാലടി പച്ച കുത്തി എന്നൊക്കെ പറയുമ്പോ അത് കൂടുതൽ അപകടമാണ് വേദ എന്ന് ഡോക്ടർ പറയുമ്പോൾ വേദ പറയും, എനിക്കറിയാം ഡോക്ടർ, പക്ഷെ എങ്ങനെ തരുണിനെ ബോധ്യപ്പെടുത്തുമെന്ന് ആലോചിക്കുമ്പോഴാ എനിക്കൊരു പിടിയും കിട്ടാത്തത്. അല്ലാണ്ട് എന്ത് ചെയ്യാനാ വേദ? അപ്പൊ അമ്മ പറയും, ഇപ്പോഴത്തെ അവസ്ഥയില് അത് തരുണിനോട് പറഞ്ഞ ഡോക്ടർ പറയും, ശരിയാണേ, തരുണിനെ സംബന്ധിച്ച് അത് അംഗീകരിക്കാനും മറികടക്കാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയാ ഡോക്ടർ എന്റെ പേടിയും. ഡോക്ടർ പറയും, ഒരു അമ്മ എന്നുള്ള നിലയിലെ സേതുലക്ഷ്മിയുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വേദയും അതുപോലെ ഒരു അമ്മയാണല്ലോ. ഇങ്ങനെ പോയാൽ കുട്ടിയുടെ പേരിൽ വരുൺ പല നിയന്ത്രണങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ വേദയ്ക്ക് പോലും ബുദ്ധിമുട്ടാവുന്ന വിധത്തിൽ. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വേദയ്ക്കും ഞാൻ ഇനി എന്താ ഡോക്ടർ ചെയ്യാം? ഡോക്ടർ പറയും, ഒരു സൈക്കോളജിസ്റ്റ് വഴി തരുണിനെ സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. സേതുലക്ഷ്മിക്കും അത് പിന്നെ ഡോക്ടറെ ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണണമെന്ന് ഞാൻ എങ്ങനെ അവനോട് പറയും? ഡോക്ടർ പറയും, പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും അത് ചെയ്തേ പറ്റൂ. ശരി ഡോക്ടർ, എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ നോക്കാം. അല്ല, തരുൺ ഇന്ന് വന്നില്ലേ? അമ്മ പറയും, വന്നു, പുറത്തുണ്ട്, ഒഫീഷ്യലായി കുറെ ഫോൺ കോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ മോക്ക് വേണ്ടി എന്തൊക്കെയോ വൈറ്റമിൻസ് ഒക്കെ എഴുതി കൊടുക്കുക. അങ്ങനെ അത് വാങ്ങിച്ച് പോയിട്ട് വരാം ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് ഇറങ്ങാം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സേതുലക്ഷ്മിക്കും, മോൾ എന്ത് തീരുമാനിച്ചു? ആ ഡോക്ടർ പറഞ്ഞതുപോലെ തരുണിനോട് വേദ പറയണം, അതിനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും വേദ പെട്ടെന്ന് ആ ഗുണ്ടകളെ കാണുന്നത്. അവരെ കാണുന്നതും വേദ അങ്ങ് സ്റ്റെക്കായി നിൽക്കും. എന്താ മോളെ, എന്താ?
പറയാം, അമ്മ അങ്ങോട്ട് നടക്ക് എന്ന് പറഞ്ഞ് അമ്മേനെ ആ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയം ഒരു ഗുണ്ട വേദ അങ്ങോട്ട് റൂമിലേക്ക് കടക്കുന്നത് കാണും. ഒരു മിനിറ്റ് എന്ന് കൂടെ വന്ന ആ ഗുണ്ടയോട് പറഞ്ഞതിന് ശേഷം അങ്ങോട്ടൊരാൾ പോയി വേദ ഈ ഫോട്ടോയിലുള്ള പോലെ എന്നൊക്കെ സംസാരിക്കാട്ടോ. ഈ സമയം വേദ അമ്മയോട് പറയും, അമ്മ കുഞ്ഞിനെ കൊണ്ട് ചെല്ലേ പുറത്തേക്ക് വേഗം. അങ്ങനെ സേതുലക്ഷ്മി പുറത്തേക്ക് കുഞ്ഞുമായിട്ട് പോവാണ്. ഇവര് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. വേദനയാണ് ഇവരുടെ ലക്ഷ്യം. അവര് വേദയുടെ പിന്നാലെ ചെല്ലും. വേദ ഷാളുകൊണ്ട് തല മറച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ അവര് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരാൾ മുന്നിലൂടെയും ബാക്കിലൂടെയും വരികയാണ്. വേദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ കണ്ണ് മാത്രം കാണുന്ന വിധത്തിലാണ് ആ ഷോൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാൾ ഇതിങ്ങനെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യും. മറ്റേ ആളെ വേദയുടെ തലയിലുള്ള ഷോൾ ഇങ്ങനെ പിടിച്ച് പറിക്കാൻ നേരത്ത് അയാളങ്ങ് തെറിച്ചു പോവാണ്. മറ്റൊന്നുമല്ല, തരുൺ വന്നൊരു ഒറ്റ ചവിട്ട് കൊടുക്കും. മറ്റേ ആളെയും ചവിട്ടി തെറിപ്പിക്കണേ. ഈ സമയം തരുൺ അന്ന് രാധികയായിട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇൻസിഡന്റ് ഓർക്കട്ടോ. വേദ ആകെ ഷോക്കായി പോവും. എന്നിട്ട് ഗണ്ണെടുത്ത് രണ്ടുപേർക്കും നേരെ ചൂണ്ടി നിൽക്കണേ. പൊക്കോ, അമ്മ റിസപ്ഷനിലുണ്ട്, പൊക്കോ. അങ്ങനെ വേദ വേഗം അവിടുന്ന് ഓടിപ്പോകും. ശേഷം ഫോൺ എടുത്ത് പോലീസുകാരെ ഇൻഫോം ചെയ്യണേ, ക്രിമിനൽസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ശേഷം വേദ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാട്ടാ. എന്താ മോളെ, എന്താ, ആരാ അവരൊക്കെ? അവരാണോ? വേദ എന്ന് പറയും. എന്നിട്ട് കുഞ്ഞിനെ വാങ്ങിക്കുക. എന്നിട്ട് അവര് പോയോ? ഇല്ല. അപ്പോഴേക്ക് തരുൺ വന്നു. അമ്മ റിസപ്ഷനിലുണ്ടെന്ന് തരുണാ പറഞ്ഞത്. ഒരുപക്ഷെ അവനെന്നെ കണ്ടു കാണും. എന്നിട്ടും എന്താ എൻ്റെ അടുത്ത് വരാണ്ട് പോയത്? എന്റെ മോളെ, അവൻ ആ സമയത്ത് എത്തിയത് നിന്റെ ഭാഗ്യം. ഇക്കണക്കിന് ഈ കുഞ്ഞുമായി നീ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും മോളെ? എന്ന് നോക്കുമ്പോ വേദയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. വേദ സങ്കടത്തോടു കൂടെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കാട്ടോ. കരയുന്നുണ്ട്. അപ്പോഴേക്കും തരുൺ വിളിച്ച് പോലീസുകാർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാട്ടോ. ഈ സമയം അവർ റിസപ്ഷനിൽ തന്നെ ഇരിപ്പുണ്ട്. അമ്മയ്ക്കും ഇനി അവരിൽ നിന്നും മോളുടെ പ്രശ്നം എന്താണെന്ന് തരുൺ മനസ്സിലാക്കി കാണോ. എനിക്കിപ്പോൾ അതോർത്തിട്ടാ ടെൻഷൻ. കുട്ടി സ്വന്തം അല്ലെന്നൊരു തോന്നൽ വന്നാൽ അവൻ എങ്ങനെയാ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല മോളെ. അപ്പോഴേക്കും തരുൺ അങ്ങോട്ട് വരും. അമ്മ പേടിച്ചെണീക്കും. ആരാ മോനെ അവര്? അത് പിന്നെ ഡൽഹിയിലെ ക്രിമിനൽസാ, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മേ, കുഞ്ഞിനെ വാങ്ങിക്കേ. അമ്മ വാങ്ങിക്കാതെ നിൽക്കുമ്പോ തരുൺ തന്നെ വേദയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ബലമായി പിടിച്ചു വാങ്ങിക്കുക. വേദ അങ്ങ് പേടിച്ചു പോകും. പേടിക്കേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് വേദനെ കൂട്ടി അവര് തരുണിനോട് കൂടെ പോവുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാധയ്ക്ക് ഇഷ്ടമുള്ള ആ ഹനുമാൻ കോവിലിലേക്കാണ് തരുൺ കുഞ്ഞുമായിട്ട് പോയിരിക്കുന്നത്. അമ്മയും വേദയുണ്ട് കേട്ടോ കൂടെ. ഈ സമയം അത് കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വേദ പറയും, പറയമ്മേ. അങ്ങനെ അമ്മ, മോനെ തരുൺ, അല്ല മോനെ, അന്ന് നിന്നെയും രാധിക മോളെയും ആക്രമിക്കാൻ വന്നവര് തന്നെയാണോ അത്? എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അമ്മ പറയും, അല്ല അവരിപ്പോഴും പുറകെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അന്ന് ആക്രമിച്ചവരെല്ലാം ഇന്ന് സബ് ജയിലിലാണ്. അന്നമ്മ കണ്ടത് അവരെയല്ല. ഇപ്പോഴത്തെ ഈ ആക്രമണം എനിക്കും കുഞ്ഞിനും അല്ല, വേദയ്ക്ക് നേരെയാ. വേദ കൂടെ ഉള്ളതുകൊണ്ട് അതിന്റെ മകളെയും ബാധിക്കുന്നു, അത്രേ ഉള്ളൂ. വേദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ തരുൺ വിക്രം വേദയോട് ചോദിക്കും, ആദ്യം കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതിലും വലിയ പ്രശ്നങ്ങളിൽ കുഴഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാനൊന്നും അന്വേഷിച്ചില്ലെന്നേ ഉള്ളൂ. എന്താ ഇനിയും ആളുകൾ പുറകെ ഉണ്ടാവോ? എന്റെ മകളെ നോക്കാനെന്ന പേരിൽ നിങ്ങളെ കൂടെ നിർത്തിയാൽ ഈ അപകടം എന്റെ കുഞ്ഞിനെ കൂടെ ബാധിക്കും. വേദയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അമ്മയ്ക്കും, നീ എന്തൊക്കെയാ തരുൺ പറയുന്നത്? ഞാൻ പറയുന്നത് കാര്യമായിട്ട് അമ്മേ, അവരന്വേഷിക്കുന്നത് വേദയാണ്. അത് ഇനിയും തുടരുന്ന ഉറപ്പാ. നാളെ അത് എന്റെ കുഞ്ഞിനെ ബാധിക്കും. അമ്മയ്ക്കും എന്ന് കരുതി ആരോരും ഇല്ലാത്ത ഈ കുട്ടിയെ അവരുടെ മുന്നിലേക്ക് കൊടുക്കണം എന്നാണോ നീ പറയുന്നത്? നീ ഇങ്ങ് വന്നേ തരുൺ, വാ എന്ന് പറഞ്ഞേ തരുണിനെ കൂട്ടിക്കൊണ്ടു പോവാണേ. വേദ വിചാരിക്കും, ഈശ്വര, ഒരു വല്ലാത്ത കെണിയിലാണല്ലോ നീ കൊണ്ടുപെടുത്തിയിരിക്കുന്നത്. എന്റെ മോളുടെ അടുത്തുനിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കല്ലേ ഭഗവാനെ. ഈ സമയം തരുൺ വയ്ക്കും, എന്താ അമ്മേ, സ്വന്തം കുഞ്ഞിനെ പോലും അതിന് സ്വന്തമായി കിട്ടിയിട്ടില്ല. ഈ അവസ്ഥയില് ഇങ്ങനെയൊക്കെ സംസാരിക്കും അവളോട്? തരുൺ പറയും, എന്ന് വെച്ച് ഇനിയും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായല്ലോ, ഞാൻ എന്റെ കുഞ്ഞിന്റെ ഭാവി കൂടി നോക്കണ്ടേ? അപ്പൊ അമ്മ പറയും, തരുൺ ദേവാങ് എന്ന് മുതലേ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയത്? ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ പതറിയിട്ടുണ്ടോ? ആ പഴയ തരുണിൽ നിന്നും എനിക്ക് പുറത്ത് കിടക്കണം അമ്മ. ആ സ്വഭാവ എനിക്ക് എന്റെ രാധികയെ നഷ്ടപ്പെടുത്തിയത്. ഇനി എന്റെ കുഞ്ഞിനെ കൂടെ എനിക്കത് ആലോചിക്കാൻ വയ്യ. എനിക്ക് മനസ്സിലായി മോനെ. അതുപോലെ തന്നെ നമ്മളെടുത്ത് ആശ്രയം തേടി വന്ന ഒരു കുട്ടിയാണ് വേദ. നമ്മുടെ കുഞ്ഞിക്കിപ്പോ വേദയെ പോലെ ഒരാളുടെ സഹായം ആവശ്യമാണ്. കുറച്ചു കാലം അവളെ സംരക്ഷിക്കാൻ നിനക്ക് സാധിച്ച അത് നമ്മുടെ കുഞ്ഞിന് സഹായമാവില്ലേ മോനെ? നമ്മളുടെ അടുത്താണ് അവളെങ്കിലേ അവളെ തേടി ഇനി ആരും വരാൻ പോകുന്നില്ല. അതെനിക്ക് ഉറപ്പാണ്. ഭഗവാന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. സഹായം ചോദിക്കുന്നവർക്ക് ആശ്രയം നൽകണം, ഉപേക്ഷിക്കാൻ ഒരിക്കലും പറയില്ല. ആ കുട്ടിയെ അങ്ങനെ തള്ളിക്കളയല്ലേ മോനെ. വേദ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. തരുൺ നോക്കുമ്പോ വേദ ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുക. എന്നിട്ട് വേദയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, തൽക്കാലം ഞാൻ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല, പക്ഷെ എപ്പോഴെങ്കിലും കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. എന്റെ മകളെ ബാധിക്കാതെ എനിക്കത് പരിഹരിച്ചേ മതിയോ. അമ്മ പറയും, നീ കുഞ്ഞിനെ കരയിപ്പിക്കാതെ വേഗം വേദയ്ക്ക് കൊടുക്ക്. വേദ കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുമ്പോ തരുൺ കുഞ്ഞിനെ കൊടുക്കാതെ അമ്മയ്ക്കാട്ടോ കൊടുക്കുന്നത്. ഞാൻ കാറിലുണ്ടാവും, കുഞ്ഞിന്റെ കരച്ചിൽ നിർത്തിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് തരുൺ അവിടുന്ന് പോവുക. പാല് കൊടുക്കും മോളെ എന്ന് പറയുമ്പോൾ വേദ കുഞ്ഞുമായിട്ട് അവിടുന്ന് പോവാണ്. അമ്മ രണ്ടുപേരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്താണ് ഈ പാട്ട് കഴിയുന്നത്. റിവ്യൂ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്